നമ്മുടെ സ്വന്തം സൺനെക്സ്റ്റ് ആപ്പിലൂടെ ഒരു മലയാളം സിനിമ ഡയറക്റ്റ് OTT പ്രീമിയർ ചെയ്യാണ്. സുരഭില സുന്ദര സ്വപ്നം. ആ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് സെല്ലുലോയിഡിൽ. വെൽക്കം ടു സെല്ലുലോയിഡ്. ഞാൻ പടം കണ്ടു കേട്ടോ, സുരഭില സുന്ദര സ്വപ്നം. നല്ലൊരു രസമുള്ളൊരു ജേർണി ആയിരുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ടൈമാണല്ലേ, വീട് പണിയുടെ ടൈം. ആ സമയത്തുണ്ടാകുന്ന, പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരനാകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എന്താ പറയുക, ഒരുപാട് സ്ട്രഗിളുണ്ട് വീട് പണിയുടെ സമയത്ത്. ആ സ്ട്രഗിളിൽ കൂടെ രസമായിട്ടൊരു പോക്ക്, ഭയങ്കര ഇമോഷണലി നമ്മളെ കുറച്ച് കണക്ട് ചെയ്യും, അതുപോലെ തന്നെ നമ്മളെ കുറച്ച് വേദനിപ്പിക്കുകയും അതുപോലെ തന്നെ സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് മൊമെന്റ്സ് സിനിമയിലുണ്ടായിരുന്നു. അപ്പം പ്രേക്ഷകർക്ക് നമ്മൾ സുരഭില സുന്ദര സ്വപ്നത്തിന്റെ വിശേഷങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്താനും ഒക്കെ പോവാണ് നമ്മൾ സെല്ലുലോയിഡ് കൂടെ. എൻ്റെ പേര് പോൾ വിജി വർഗീസ്. ഓക്കെ, കാക്കനാട് അടുത്താണ് വീട്. പോളേട്ടൻ ഇതിനകത്തൊരു ദുഷ്ട കഥാപാത്രമാണ് ചെയ്തേക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ പറയും. എനിക്ക് പോളേട്ടന്റെ ചില സമയത്തുള്ള പെരുമാറ്റവും, ഭാര്യയോടാണെങ്കിലും അപ്പുറത്തെ സ്ഥലം മേടിക്കാൻ വരുന്നവരോടാണെങ്കിലും ഉള്ള ചില പെരുമാറ്റമൊക്കെ കണ്ടിട്ട് എനിക്ക് ദേഷ്യം വന്നു. ചേട്ടൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടന്റെ പെർഫോമൻസ്. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടം കൂടിയത് എപ്പോഴാണെന്നറിയോ, ഇവിടെ വെച്ച് കണ്ടപ്പോൾ ചേട്ടൻ ഭയങ്കര ശാന്തനും വേറൊരു രൂപവും ഭാവവും നേച്ചറും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചേട്ടൻ അത്രയും കയ്യിൽ നിന്ന് ഇട്ടോന്നൊക്കെ തോന്നി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആൾക്കാർക്കൊക്കെ ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ഷിനുവിലേക്ക് വരാം. ഞാൻ ഷിനു എന്നാ പറയാം, കാരണം സിനിമയിൽ ഷിനു എന്ന് പറഞ്ഞ ക്യാരക്ടർ. പേര് രാജലക്ഷ്മി, സ്ഥലം പാലയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മുടെ നായകന്റെ വൈഫാണ്. നായകനെ, അതായത് വീട് മേടിക്കാൻ പോകുന്ന ആളാണ്, കാശുണ്ടാക്കി കഷ്ടപ്പെട്ട് വീട് മേടിക്കാൻ പോകുന്നതാണ് നമ്മുടെ നായകന്റെ വളരെയധികം വൈഫ് എന്ന് പറയുമ്പോ സ്ട്രഗിളിൽ കൂടെ കടന്നുപോയി ഇമോഷണൽ സപ്പോർട്ട് ഒക്കെ കൊടുക്കുന്ന നല്ലൊരു ഭാര്യയായിരുന്നു. അതെ. ചേട്ടൻ പറ. ചേട്ടൻ ഞാൻ പറയട്ടെ. ചേട്ടൻ അതിന്റെ അകത്ത് ഒരു പോലീസ് ക്യാരക്ടറാണ് ചേട്ടൻ ചെയ്തത്. നമ്മുടെ ചേട്ടന്റെ പ്രശ്നം, വണ്ടി ഇടിച്ച പ്രശ്നത്തില് ഇങ്ങനെ ഈ വഴി നമ്മുടെ പറമ്പ് മേടിക്കാൻ പോകുന്നവരൊക്കെ പ്രശ്നത്തിലാകും. അപ്പൊ അതിന്ന് ഒരു നൂലാമാലയിൽ നമ്മുടെ നായകനെ രക്ഷിക്കാന്നല്ല, അതിനകത്ത് സോൾവ് ചെയ്യാൻ വരുന്ന പോലീസ് ഓഫീസർ ആയിരുന്നു ചേട്ടൻ. ആദ്യം നിങ്ങളെയൊക്കെ എങ്ങനെ കണ്ടെത്തി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടെന്ന് ഒന്നറിയട്ടെ. കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? ഞാനൊരു കാസ്റ്റിംഗ് കോൾ കണ്ടിട്ട്, സാറിന് കാസ്റ്റിംഗ് കോൾ കാണുമ്പോൾ കൊടുക്കാറുണ്ട്, അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു 2 ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. പക്ഷെ വിളിച്ച് കുറച്ച് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 2-2 എന്തോ കഴിഞ്ഞപ്പം പറഞ്ഞു, ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, അതിനകത്ത് ലീഡ് വില്ലൻ ചെയ്യാതിരുന്ന പാർട്ടിക്ക് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്, പുള്ളിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചേട്ടൻ്റെ ക്യാരക്ടർ അതിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മുടെ കുഴപ്പമില്ല, ചെയ്യാം. അങ്ങനെയാണ് സന്നിധനാവുന്നത്. ചേട്ടൻ നമ്മളവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഹിന്ദി പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പോരട്ടെ ഇങ്ങോട്ട് കഥയൊക്കെ ഇറങ്ങട്ടെ. അതെ, കുറെ കാലം ഗോവയിലായിരുന്നു. അപ്പോൾ അവിടെ പലപ്പോഴും ഇങ്ങനെ ഹിന്ദി മൂവീസ് ഒക്കെ വരുമ്പോൾ അവിടെ ഉള്ള കോൺടാക്ട്സ് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഹേയ് ജൂഡ് എന്ന് പറഞ്ഞ മലയാളം മൂവിയിലാണ്. അത് ഗോവയിലാണ് ഷൂട്ട് ചെയ്തത്. അതിലാണ് ആദ്യം അഭിനയിക്കുന്നത്. പിന്നെ അപ്പം നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഓട്ടോമാറ്റിക്കലി മലയാളി സമാജമുണ്ട്, അങ്ങനെ പല കോൺടാക്ട്സ് വരുമല്ലോ. അപ്പം ഒരു ഹിന്ദി മൂവിയുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കേക്കട്ടെ. എങ്ങനെയാണ് അവിടുത്തെ? ഞാൻ ചെയ്തത് ഗോവയിലാണ്. ജിന്ദഗി നാമ ഷെട്ടി ആയിട്ട്. ഷെട്ടി അതിന് ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു ക്യാരക്ടർ. ഷെട്ടി എന്ന് പറയുന്ന പൈസയൊക്കെ ഇങ്ങനെ ഉള്ളൊരു വലിയൊരു ബിസിനസ്സുകാരൻ ഷെട്ടി ആയിട്ടായിരുന്നു. ഇല്ല, ഞാൻ ഈ പറഞ്ഞ ഷെട്ടി ഈവൺ അതൊരു വില്ലൻ വേഷം അല്ലായിരുന്നു. വില്ലൻ വേഷം സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് ഞാൻ ഒരു വില്ലൻ വേഷം ചെയ്തത്. സണ്ണിപ്പനാണ് എന്റെ സാധാരണ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ്. പലപ്പോഴും മറ്റേ ഷോർട്ട് മൂവീസ് ആണെങ്കിലും വെബ് സീരീസ് ഒക്കെ ആണെങ്കിലും കിട്ടുന്നത് നല്ലൊരു അപ്പൻ, നല്ല അമ്മായിയപ്പൻ, സ്കൂൾ അധ്യാപകൻ, അങ്ങനെയൊക്കെയാണ് കിട്ടാറ്. ഇവര് എന്താ പറയാ, എന്നെ പിടിച്ചിട്ട് നിങ്ങളുടെ പണിയുടെ ബാക്കിയാന്ന് തോന്നുന്നു. പോലീസ് വന്നിട്ടുണ്ട്. ഞാനിപ്പോ തന്നെ വരാൻ സാറേ. സത്യം പറ, നിങ്ങളെങ്ങാനോ കൊല്ലാനോ? അയ്യോ, എന്നിട്ട് പോക്കിക്കോ. അല്ലേലും എനിക്കറിയാം നിങ്ങളെ കൊണ്ടാകാൻ പറ്റുക. മനുഷ്യനായ കുറച്ചൊക്കെ പ്രൈവസി വേണം. അപ്പൊ ഷിനു എങ്ങനെയാണ് ഇതിലേക്ക് കാസ്റ്റ് ആവുന്നത്? ഇതിന്റെ പ്രൊഡ്യൂസറും ഞാനും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. എന്റെ ഹസ്ബൻഡാണ്. നിങ്ങളെയൊക്കെ കാസ്റ്റ് ചെയ്തത് നമ്മളെല്ലാരും ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് ഫിലിമിന്റെ
സ്റ്റാർട്ടിങ് തൊട്ട് സ്റ്റാർട്ടിങ് ending മുതല് വരെ. മറ്റേ ആ ശരിക്കും ആ കഥാപാത്രം തന്നെ ആയിരുന്നു ഏകദേശം അങ്ങനെ ഭർത്താവിന്റെ സ്ട്രഗിൾസ്. വീട് പണിയുടെ പുറത്ത് ഇവിടെ സിനിമ പണിതോണ്ടിരിക്കുകയാണ്. കൂടെ ഉണ്ടായ കൂടെ വൈഫാണ്. ഉണ്ടായിരുന്നു കൂടെ ഓ നൈസ്. ആ ഓക്കെ. പിന്നെ ഫസ്റ്റ് ഞാൻ അഭിനയിച്ചത് സെക്ടർ 112 എന്ന് പറഞ്ഞൊരു ഫിലിമിലായിരുന്നു. ഓക്കെ. അപ്പൊ അതിന്റെ ടൈമിലുണ്ടായിരുന്ന ക്രൂവില് സ്ക്രിപ്റ്റ് എഴുതിയ ആളും ആണ് ഈ ഫിലിം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ. ആളുടെ പേരൊന്ന് പറഞ്ഞേക്ക്. ടോണി മാത്യു. ഇതിന്റെ ഡയറക്ടർ ടോണി മാത്യു. ഓക്കെ. ആ അപ്പം ആ സമയത്ത് അതിന്റെ കൂടെ ചെയ്ത ആളാണ് സോണി സോജൻ. പുള്ളിയാണ് എന്റെ ഹീറോ ആയിട്ട് ഈ സുരഭില സുന്ദര സ്വപ്നത്തിൽ അങ്ങനെ ഒരു കാസ്റ്റ് തന്നെയായിരുന്നു. ഇങ്ങോട്ട് ത്രൂ ഔട്ട് ഫിലിമിന്റെ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഞാനും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന്റെ സ്ട്രഗിൾ എന്താണെന്നും സിനിമ എന്താണെന്നും നന്നായിട്ട് എനിക്ക് മനസ്സിലായി. എങ്ങനെ എന്ത് തോന്നി അവസാനം മൂവി കണ്ടപ്പോ? അവസാനം ഇപ്പൊ സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോഴേ ഫൈനലായിട്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി. കാരണം എൻ്റെ ഹസ്ബൻഡ്, അതായത് ഇതിലെ പ്രൊഡ്യൂസർ സുമിത് സുകുമാരൻ, ആള് ഒരു എനിക്ക് തോന്നുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈം തൊട്ട് ലാസ്റ്റ് ഇതിന്റെ ഫൈനൽ എത്തുന്നിടം വരെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആൾക്ക് സിനിമ എന്ന് പറയുന്ന ഇതിലേക്ക് ആദ്യമായിട്ട് എടുത്തു വെച്ച ആളാണ്. ഓരോ കാര്യങ്ങളും പഠിച്ചാണ് പുള്ളി അത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയ ആളുടെ ആ എഫേർട്ടിന്റെ ഒരു റിസൾട്ട്, ഇപ്പം നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും ചെറിയൊരു സിനിമയാണേലും വലിയൊരു സിനിമയാണേലും ആ എഫേർട്ട് എടുത്തിട്ട് അതിന്റെ ഫൈനലിൽ എത്തി നിൽക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം നമ്മുടെ പടം ഓൾറെഡി August 1 റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ സൺ നെക്സ്റ്റിലുണ്ട്. അപ്പൊ എല്ലാരും കണ്ട് നല്ല അഭിപ്രായം പറയണമെന്നാണ് എന്റെ ആഗ്രഹം. എന്തായാലും സുരഭില സുന്ദര സ്വപ്നം കേട്ടോ, പേര് മറക്കണ്ട. സൺ നെക്സ്റ്റിലാണ് പ്രീമിയർ ചെയ്തത്. സൺ നെക്സ്റ്റിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവരൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ, ചേട്ടന്റെ പെർഫോമൻസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ സൺ നെക്സ്റ്റിൽ തന്നെ watch ചെയ്യാം. ഇന്ന് എങ്ങും ഇല്ലാത്ത ഉറക്കമാണല്ലോ, കടയിൽ പോകുന്നില്ലേ? ഇന്നത്തോട് കൂടി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കോണം കേട്ടല്ലോ. അതിനുള്ള പ്ലാനൊക്കെ റെഡി അല്ലേ? എന്താണോ പ്ലാൻ? ചെറിയ മൂവികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ അകത്ത് കാസ്റ്റും ക്രൂ എല്ലാവരും വല്ലാണ്ട് അടുക്കും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രൊഡ്യൂസർ സ്ട്രഗിൾ കൂടെ പോകുമ്പോൾ ആർട്ടിസ്റ്റുകളും ആ സ്ട്രഗിളിൽ കൂടെ പോകും അല്ലേ? തമ്മിലൊരു ബോണ്ട് കുറച്ചുകൂടി കൂടുതലായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ചേട്ടന് തോന്നിയാ? ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് പോർഷനിലാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയം മുതൽ എങ്ങനെയൊക്കെയോ സിനിമയിൽ എത്തിയ കാസ്റ്റിംഗ് കോൾ ത്രൂ ആണ് വന്നത്. അപ്പോൾ കാസ്റ്റിംഗ് കോൾ ഇട്ടു, അവിടെ ചെന്നു, പരിചയപ്പെട്ടു, സെലക്ട് ആയി. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ആ സമയം നമ്മൾ അവിടെ ചെന്ന സമയം പോലെ പ്രൊഡ്യൂസർ സൈഡ് ആണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ പെട്ടെന്ന് തന്നെ ഈ സിനിമയായിട്ട് അങ്ങ് ഒരു ജോയിന്റ് ആയി. പിന്നെ അവിടെയുള്ള ക്രൂവും കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും ആസ് എ ന്യൂ കമർ എന്നുള്ള രീതിയിൽ അവരും നമ്മളെ, എനിക്ക് തോന്നുന്നൊരു 3 to 4 days ഷൂട്ട് എനിക്കുണ്ടായിരുന്നുള്ളൂ. 2 ഷെഡ്യൂളായിട്ടായിരുന്നു എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഒന്നൊരു ഹോസ്പിറ്റൽ സീനിലായിരുന്നു. അങ്ങനെ 2ആയിട്ടാണ് എനിക്ക് ഡേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ആ 2 കഴിഞ്ഞു. ആ ഒരു 2 ടൈമിൽ ഞാൻ അവിടെ ചെന്ന സമയത്താണെങ്കിലും വർക്ക് ചെയ്ത സമയത്താണെങ്കിലും ഭയങ്കര ഒരു ബോണ്ട് ഇവരും എല്ലായിട്ടും. അതായത് ഇല്ലാത്ത ഇപ്പം എൻ്റെ സീനിൽ നിൽക്കുന്ന, കൂടെ അഭിനയിക്കുന്ന, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലെങ്കിൽ പോലും അവിടെ മറ്റുള്ള നിൽക്കുന്ന ടെക്നീഷ്യൻസും മറ്റുള്ള നിൽക്കുന്ന ആർട്ടിസ്റ്റുകളും എല്ലാവരും നല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്തായിരുന്നു നിങ്ങൾ ശരിക്കും പടത്തില് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സ്ട്രഗിൾ എന്തായിരുന്നു? മഴയായിരുന്നു. മഴ. ജൂൺ ജൂലൈ ടൈമിൽ എന്നിട്ട് മഴ. അത് നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും. നല്ലൊരു മനോഹരമായ കുറച്ച് പച്ചയൊക്കെയുള്ള സ്ഥലമാണ്. കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താ പറയാ, മഴ പെയ്യുവാണെങ്കിൽ നല്ല ഇടിച്ചു കുത്തി പെയ്യുന്ന ഒരു സ്ഥലമാണ്. സ്ഥലം എവിടെയാണ്? പാല. നല്ല മഴയുള്ള സ്ഥലമാണ്. റെഡ് അലേർട്ടിനായിരുന്നോ ഷൂട്ട്? ഷൂട്ടിംഗ് നിർത്തി വെച്ചിട്ടുണ്ട്. മഴ നന്നായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പ്രൊഡ്യൂസറുടെ ഭാര്യ എന്നുള്ള നിലയിൽ ചങ്ക് നീറിയില്ലേ? പിന്നെ മഴയുടെ മെയിൻ ആയിട്ട് നമുക്ക് തോന്നിയ കാര്യങ്ങൾ കണ്ടിന്യൂറ്റി പ്രശ്നം വരുമായിരുന്നു. കാരണം നമ്മള് പ്ലോട്ടാണല്ലോ കൂടുതലും കാണിക്കുന്നത്. അപ്പൊ അവിടെ പുല്ല് അതൊക്കെയാണ്, പുല്ല് എടുക്കുക. അപ്പൊ നമ്മള് പിന്നെയും അതേ രീതിയിൽ തന്നെ ആക്കണം. അതെന്താ അറിയാം, നമ്മളിപ്പോ ഒരു പ്ലോട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തു, ഒരു മുറ്റമാണെന്ന് വെക്കുക. ഒരു വീടിന്റെ ഒരു മുറ്റം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ അവിടെ ഇപ്പൊ നമ്മൾ ക്ലീൻ ചെയ്തു, എല്ലാം ഇതാക്കി വെച്ചേക്കുമായിരിക്കും. അന്ന് മഴ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു 4 ദിവസം കഴിഞ്ഞാൽ ഷൂട്ടിന് വെക്കുക. ആ 4 ദിവസം കൊണ്ട് അവിടെ പുല്ല് വന്നിട്ടുണ്ടായിരിക്കും. വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്യണം. ലക്ഷ്മിയുടെ ക്യാരക്ടർ പാട്ട് സോങ്സും ഒക്കെ ചെയ്തിരുന്നു. സോങ്സ് നല്ല രസമുള്ള 1-2 സോങ്സ് ഒക്കെ ഉണ്ട്. സോങ്സ് ചെയ്തപ്പോ സോങ്സ് ആണോ സീൻസ് അഭിനയിക്കാനാണോ ഏതാ ഇഷ്ടപ്പെട്ട? സോങ്സ് ആണ് എളുപ്പം. ഒന്നും ഇല്ലായിരുന്നല്ലോ നമുക്ക്. സോങ്സ് അടിപൊളിയായിരുന്നു. സോങ്സ് ആയിരുന്നു ഇഷ്ടം. സീനിനെക്കാളും ഡയലോഗ് പറയണ്ട, നമുക്ക് അങ്ങനെ ഇത് ചെയ്യാനോ. പിന്നെ കരയാൻ എളുപ്പമാണ്. കരയാനാണ് ഡയലോഗ് പറയാനല്ലേ പാട്.
അപ്പം ലക്ഷ്മി മൂവിയില് ഉടനീളം ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസറുടെ ഭാര്യയും കൂടെയാണ്. എന്തായാലും വേറെ എന്തെങ്കിലും ഒരു ജോലി കൂടെ ചെയ്തേ പറ്റുള്ളൂ. കാരണം എല്ലാം ടെൻഷനല്ലേ, നമുക്ക് പാടല്ലേ. ഏതായിരുന്നു ആ റോള്? കണ്ടിന്യൂറ്റി നോക്കുമായിരുന്നു. അത് ശരി, അസിസ്റ്റന്റ്. അല്ല, അതുകൊണ്ടല്ലേ, കാരണം കണ്ടിന്യൂറ്റി വെക്കാനുള്ള ആളുണ്ടെങ്കിലും ഞാൻ എല്ലാം പോയി നോക്കും. വീണ്ടും പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യും. പിന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് ആ വീഡിയോ കണ്ടിട്ട് അതും ഞാൻ ചെക്ക് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മള് പെണ്ണുങ്ങളാവുമ്പോ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അല്ല, ഞാൻ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് നമ്മളുടെ ഫിനാൻസിൽ നിന്ന് പോകുന്ന ഒരു സംഭവം ആയതുകൊണ്ട് റീഷൂട്ട് വന്ന പ്രശ്നമാകാതിരിക്കാൻ വേണ്ടി കുറച്ച് എന്നോട് ആരും പറഞ്ഞിട്ടില്ല ചെയ്യുന്നത്. ഞാൻ അതിങ്ങനെ പറഞ്ഞ് നോക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ലക്ഷ്മി എപ്പോഴും വന്നിട്ടേക്കും ചേട്ടാ ഫുഡ് കഴിച്ചോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കെയറിങ് ആയിട്ട് നമ്മുടെ കാര്യത്തില് അത് വലിയൊരു കാര്യമാണ്. അല്ല, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മള് അവര് ആസ് എ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ പോലും അവർ ആ ഒരു സമയത്ത് തന്നെ നമ്മളെടുത്ത് വന്നിട്ട് സംസാരിക്കും. സനു കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ വാ കഴിക്ക്, നമ്മളെ നിർബന്ധിക്കും. അവര് കഴിച്ചോ ഇല്ലോ എന്നല്ല, നമ്മള് 500 രൂപ പോകാതിട്ട് ജീപേ പറഞ്ഞിട്ട് മതിയോ. അല്ല, ഞാൻ സത്യം പറയുന്നുണ്ട്, ഉള്ള കാര്യം പറയുന്നത്. നമ്മള് കഴിച്ചിട്ടില്ലെങ്കിൽ വന്നിട്ട് നമ്മളെ കൊണ്ട് കഴിപ്പിക്കുക. ചായ കുടിച്ചോ, ഭക്ഷണം കഴിച്ചോ, എന്താ നീ വിട്ടിരിക്കുന്നത്, ഓക്കെ അല്ലേ, അറിയോ, ഓക്കെ. അല്ല, അത് ചില സമയത്ത് നമ്മൾ ഇപ്പൊ ഞാൻ ഹാപ്പി ആയിരുന്നു. കാരണം ഇതിപ്പോ ഞാൻ പ്രൊഡ്യൂസറുടെ വൈഫ് എന്നുള്ള രീതിയിലൊന്നുമല്ല, ഞാനും അതിലൊരു ആർട്ടിസ്റ്റ് ആണ്. പിന്നെ നമുക്കിതൊക്കെ കാണുമ്പോൾ എല്ലാരോടും ചോദിക്കുന്ന പോലെ അല്ല, ആസ് എ പേഴ്സൺ ലക്ഷ്മി എപ്പോഴും കൂടെയുള്ള നമ്മുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാരെയും, അത് ആരാണേലും എല്ലാരെയും ഭയങ്കര ഒരു ലൈവായിട്ട് നിർത്താൻ ശ്രമിക്കും. അവർ ഓക്കെ ആണ്. അത് നല്ല കാര്യം. നമ്മള് ആക്ടർ ആവുമ്പോൾ നമ്മൾ സീനിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ബേർഡൻ ആയിട്ട് വരണ്ട, നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആയിട്ട് തോന്നി. സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ മൂവിയിലെ 2 മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്, ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്, ഒന്ന് ഷിനുവിന്റെ ഹസ്ബൻഡ് രാജേഷിന്റെ ക്യാരക്ടർ ചെയ്തത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടാപ്പിയുടെ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. കുട്ടാപ്പി ലുക്സ് ലൈക്ക് ബാലു വർഗീസ്. ഞാൻ ആദ്യം പെട്ടെന്ന് കണ്ടപ്പോ ബാലു ആണോ എന്നിങ്ങനെ ഒന്ന് നോക്കി. അതുപോലെ നല്ല നല്ല രസമുണ്ട്. കുട്ടാപ്പിയുടെ ക്യാരക്ടറാണ് കുറച്ച് കോമഡി കൊണ്ടുവന്നിരിക്കുന്ന, ഇച്ചിരി ഒന്ന് അലൈവ് ആക്കുന്ന ഒരു ക്യാരക്ടറാണ് കുട്ടാപ്പിയുടെ ക്യാരക്ടർ. എങ്ങനെ നിങ്ങൾ ഈ കഥയിലേക്ക് എത്തിയ ഇങ്ങനെ ഒരു ജേർണി ഇതിയാണ് നിങ്ങളുടെ എന്തെങ്കിലും മാനസികമായിട്ടുണ്ടായിട്ടുള്ള ഒരു? അല്ല, ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മള്, അതായത് ഞാൻ പറഞ്ഞല്ലോ സെക്ടർ 112 ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ തിരിച്ചു വന്ന സമയത്താണ് നമ്മൾ ഇതിങ്ങനെ ആലോചിക്കുന്നത്. ഈ സ്റ്റോറി വന്നിട്ട് ഡയറക്ടർ പറഞ്ഞപ്പം നമുക്ക് നാട്ടിൻപുറത്ത് കാണുന്ന ഒരു സ്റ്റോറി നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ ബാലു വർഗീസിനെ പോലെ ഒരു സിനിമ, എന്തായിരുന്നു പേരെന്താ പുള്ളിയുടെ? കുട്ടാപ്പിയുടെ ക്യാരക്ടർ ചെയ്ത അനന്തു. അനന്തു എങ്ങനെയാ സിനിമയിലേക്ക് വന്നത്? ശരിക്കും പറഞ്ഞാണ്ടല്ലോ, അനന്തു കാസ്റ്റിംഗ് കോൾ വഴിയാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പം അനന്തുവിന്റെ കുറെ വീഡിയോസിന്റെ ലിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അനന്തുവിന്റെ ഒരു കോമഡി ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ സെലക്ട് ചെയ്തൊക്കെ ഇവരാണ്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് അവനെ ഇഷ്ടപ്പെട്ടു. നേരത്തെ ഞാൻ അവന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു, എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു കാണാൻ. ഞാൻ ഓടിച്ചെന്നു അനന്തു എങ്ങനെയാ. അപ്പം ചേച്ചി അവൻ ഭയങ്കര നല്ല കമ്പനിയാണ് ആള്, അങ്ങനെയായിരുന്നു സംഭവം. നല്ല കൊമേഡിയനാണ് അവൻ, അടിപൊളിയാണ്. അനന്തുവിന്റെ നേച്ചർ ആള് നേരിട്ട് കാണുമ്പോൾ ആള് പാവാണ്, പക്ഷെ ആ ക്യാരക്ടറിലേക്ക് വരാൻ പറയുമ്പോ ഫുൾ തഗടിയാ, അങ്ങനത്തെ ഒരു ഇതാ സംഭവങ്ങള്. അല്ലാതെ ആള് പാവാണ്. അടിക്കുന്നുണ്ടോ? ഞാനല്ല. അല്ല, ശരിക്കും ആരായിരിക്കും ചെയ്തത്?
ഇപ്പൊ നിങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടാൽ നിങ്ങൾക്ക് പിന്നെ വാർഡിൽ വൻ വെയിറ്റ് ആയിരിക്കും. ഇത്ര പേടിക്കാന്നുണ്ടെങ്കിൽ മറുതാപേര് എന്ന് പറഞ്ഞ ആള് ഇത്രയ്ക്ക് ഭീകരനാണോ? എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലേ ഇപ്പൊ ചെയ്യണം. ആരായിരുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്യാരക്ടറിനെ മോൾഡ് ചെയ്തിരുന്നത്? എല്ലാവർക്കും ഒരു മോൾഡിങ് ആവശ്യമായിട്ടുണ്ടാവുമല്ലോ. ഡയറക്ടറാണോ അതോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചേട്ടൻ പിന്നെ ഹിന്ദി എന്നൊക്കെ ആണല്ലോ. ചേട്ടൻ പഠിപ്പിച്ചായിരുന്നു. ചേട്ടൻ എന്തെങ്കിലും ഇടപെടുമായിരുന്നു ഞങ്ങളുടെ കോമ്പോസിറ്റ് വളരെ കുറവായിരുന്നു അല്ലേ, 1-2 സീൻ എന്നെ പേടിപ്പിക്കുക അവിടെ ഉണ്ടാവുമല്ലോ. ഇല്ല അപ്പോഴും അഭിനയിക്കുന്ന സമയത്തല്ലല്ലോ അല്ലെ. ഒരു പള്ളിയിലൊരു സീനുണ്ട്, നമ്മുടെ പാട്ടിന്റെ ഇടയ്ക്ക് വരുന്നില്ലേ, അതിനകത്ത് രണ്ടുപേരും അതായത് സ്റ്റെപ്പാണ്, ഒരാൾ ഇങ്ങനെ ഇറങ്ങി പോകുന്നു, കൊല്ലാനുള്ള ദേഷ്യത്തോടെ. അപ്പൊ ആ യൂണിറ്റിലെ സമയത്ത് ക്യാമറ ചെയ്ത ആൾ ഇപ്പൊ കണ്ടാ പിടിച്ച് തിന്നുമല്ലോ ആ നോട്ടം കണ്ടാലും. ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് തീരാറായി, അതൊന്നും എങ്ങനെയും തീർത്തിട്ടൊന്നും ഇറങ്ങി പോകാനായിട്ടുള്ള ഇതായിരുന്നു. ഫോളോട്ടെ കയറി പോകുന്നത് നിന്നെ ഞാൻ കാണിച്ചു തരാടി എന്നുള്ള പറ്റില്ല. അയ്യോ എല്ലാം ചെയ്യില്ലെന്ന് ഇറങ്ങി വരിക. അപ്പൊ ചേട്ടൻ ഇപ്പം എല്ലാം തന്നെ നല്ലവനായ ഷെട്ടിയെ തന്നെയാണ് ചേട്ടൻ അവതരിപ്പിച്ചത്. എല്ലാം നല്ലവനായ കഥാപാത്രങ്ങളായിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഇതിനകത്തിലാണെങ്കിൽ ഭയങ്കര ഇച്ചിരി ദുഷ്ടൻ. നല്ലവനാണ്, അയാൾക്ക് ഇത്തിരി സെൽഫിഷ്നെസ് ഉണ്ട്. നല്ലവനൊന്നും പറയണ്ട. സെൽഫിഷാണ്, സെൽഫിഷ് ആണെന്നുള്ളൊരു പ്രശ്നം. വളരെ സെൽഫിഷ് ആയ മനുഷ്യൻ. അല്ലെങ്കിൽ അയാൾ വളരെ നല്ലവനാണ്. ഉറങ്ങുമ്പോഴായിരിക്കും പോളേട്ടൻ ഉറങ്ങുമ്പോ നല്ലവനായിരിക്കും. അപ്പൊ ഏത് പ്രോസസ്സാണ് ചേട്ടന് ഇഷ്ടപ്പെട്ടത്? നല്ലവനായിട്ട് അഭിനയിക്കാനാണോ എളുപ്പം അതോ ദുഷ്ടനായിട്ട്? നല്ലവൻ പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറിനോട് വളരെ അതാണ് അടുത്തുള്ളൊരു ഇതാണ്. അപ്പൊ അതിന് നമുക്ക് പ്രത്യേകിച്ച് ക്യാരക്ടറിനോട് അടുത്തുള്ള ആളോ? സ്വയം പറയാല്ലേ നല്ലവൻ. അപ്പൊ അതില് നമുക്ക് അത് ഇത് ചെയ്യാൻ വലിയ പ്രയാസമില്ല, വളരെ ഈസി ആയിട്ട് എനിക്ക് അതിലേക്ക് പോകാൻ പറ്റും. ശരി. ഇതിലേക്ക് കുറച്ചൊന്ന് മാറേണ്ടി വരും. അപ്പൊ നമ്മുടെ ഒരു സ്ക്രൂ ഒന്ന് പതുക്കെ ഒന്ന് അഴിച്ചു വിടണം. കണ്ണിച്ചോര ഇല്ലാത്ത പോലെ തീരുമാനങ്ങൾ. ഇല്ല, അങ്ങനെയുള്ള മനുഷ്യർ നാട്ടുമ്പുറങ്ങളിലുണ്ട് കേട്ടോ. നമ്മളിപ്പോ സണ്ണീപ്പിന്റെ ക്യാരക്ടർ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മള് ഈ ക്യാരക്ടർ കാണുമ്പോ ഏതൊരു വീട്ടിലും കാണും നമ്മുടെ അടുത്ത് ഉള്ളവർ ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന് ചിന്തിക്കും. പാല ഓറിയന്റഡ് ആയിട്ട് പല സ്ഥലത്തു നിന്ന് ഒരുപാട് ഒത്തന്റിക് ആയിട്ടുള്ള റോ ക്യാരക്ടേഴ്സ് ഒരുപാട് വന്നിട്ടുള്ള എത്ര നല്ല സിനിമകളാണ്. വലിയ വലിയ പൃഥ്വിരാജും ഒക്കെ ഒരുപാട് നടന്മാര് കൈകാര്യം ചെയ്തിട്ടുള്ള നല്ല കഥ. അതുപോലൊരു ഇതിൽ ഞാൻ സണ്ണീപ്പിനെ പറ്റി മനസ്സിലാക്കിയത്, ക്യാരക്ടറിനെ പറ്റി സ്റ്റഡി ചെയ്ത് മനസ്സിലായത്, അയാളൊരു റോ ഹ്യൂമൻ ബീയിങ് ആണ്, പച്ച മനുഷ്യൻ. അയാളുടെ ഇമോഷൻസ് ഒക്കെ അയാൾ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. അയാൾക്ക് അതിൽ ഇതൊന്നുമില്ല, ഇൻഹിബിഷൻസ് ഒന്നുമില്ല. അങ്ങനെയാണ് വേണം, അതാണ്. അപ്പൊ അയാളെ ഉള്ളിലുള്ള അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. അങ്ങനത്തെ ഒരു ടൈപ്പായിട്ടുള്ള ലിറ്റിൽ സൈക്കോ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇത് കണ്ടിട്ടാണെങ്കിലും കുറച്ചുപേരെങ്കിലും ഇതുപോലെ എന്റെ സ്വന്തം ഷെയ്ഡാണ് കാണുന്നത്. എല്ലാവരിലും ഉള്ള ഒരു ഗ്രീഡിനെസ്സും തിരിച്ചറിയട്ടെ അല്ലേ മനുഷ്യർ. അപ്പോൾ ഇനി ഫ്യൂച്ചർ പ്രോജക്ട്സ് ആണ്. നമ്മളെപ്പോഴും എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത് ആ ചോദ്യത്തിലാണ്. അപ്പം പോളേട്ടനും ലക്ഷ്മി എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളോട് ചോദിക്കേണ്ട, ഞങ്ങളുടെ സ്വപ്നം ഞങ്ങളുടെ മനസ്സിൽ ഭദ്രമാണ്, ഇത് യാഥാർത്ഥ്യമായതിനു ശേഷം കണ്ടാൽ മതി എന്നാണ് പറഞ്ഞേക്കണേ. അവരോട് ചോദിക്കുന്നില്ല, നിങ്ങൾ വരുമ്പോൾ കണ്ടാൽ മതി. സനു മാത്രം നമ്മളോട് പറയും എന്താണ് ഫ്യൂച്ചർ പ്രോജക്ട്സ് ഉടനെ അടുത്ത് വന്നിരിക്കുന്നത്. ബേസിക്കലി ഞാൻ റൈറ്ററും കൂടെയാണ്, സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെയാണ്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ ഇപ്പോൾ ഏകദേശം 12 വർഷമായിട്ട് എഴുതുന്ന. അപ്പോൾ ഒരെണ്ണം ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഡയറക്ടറുമായി ശരത് ബാലകൃഷ്ണൻ എന്നാണ് പുള്ളിയുടെ പേര്, തിരുവനന്തപുരം. 1-2 ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് സംസാരിച്ചു, പ്രൊഡ്യൂസറും ഒക്കെ ആയി. അതിന്റെ ഏകദേശം എത്രയും പെട്ടെന്ന് അതുണ്ട്. ഒരു ഫീൽ ഗുഡ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലറാണ് ആ ജോണറിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അത് ഉടനെ തന്നെ സംഭവിക്കാൻ പോവുകയാണ്. അതിന്റെ ഒരു താങ്ക് യു സോ മച്ച്. അപ്പം സുരഭില സുന്ദര സ്വപ്നം നല്ലൊരു ഇമോഷണൽ ജേർണിയാണ്. എല്ലാ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. സൺ നെക്സ്റ്റിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. തിയേറ്റർ മൂവിയാണെന്ന് വിചാരിച്ച് ആരും പോസ്റ്റർ തപ്പി പോകരുത്. സൺ നെക്സ്റ്റിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുക നമ്മുടെ സ്വന്തം സൺ നെക്സ്റ്റിൽ സുരഭില സുന്ദര സ്വപ്നം. തന്നരം ഹേ തന്നരം വിണ്ണുരം നിന്നരികെ നിലയാം ചേലിനത്തൊരു വീട് നിലവേ ഹേ തനിയെ വരുമോ നീതിലേ പകരാമെന്റെ മോഹമെല്ലാം നീയും പോരൂ ഇന്നൻ കൂടെ തമ്മിൽ ചേരാം രാവിൻ ചാരേ കുഞ്ഞിളം കൂട്ടിൽ കൂടാൻ കഥ പറഞ്ഞിടാം തന്നരം ഹേ തന്നരം വിണ്ണോരം നിന്നരികെ പല നാൾ ഞാൻ തിര
സുരഭിലമാം സുന്ദര സ്വപ്നം ഒരു നാൾ വന്നണയും പൊൻതിരുവോണം പാടാമൂയലാടാം നാട്ടുമാഞ്ചോട്ടിൽ നീയും പോരൂ ഇന്നെൻ കൂടെ തമ്മിൽ ചേരാ രാവിൻ ചാരേ കന്നരം ഹേ കന്നരം വിണ്ണുരം നിന്നരികെ മെനയാം ചേലിനത്തൊരു വീട് നിലവേ ഹേ തനിയെ വരുമോ നീതിലേ പകരാമെന്റെ മോഹമെല്ലാം